അതെ, ആ ഉണ്ണി തന്നെ. ഡേറ്റ് പറ. 12 ഇല്ല, 12 പറ്റൂല. നമ്മൾ വാക്ക് പറഞ്ഞ കറക്റ്റാ, പക്ഷെ എനിക്ക് എങ്ങനെ പറ്റൂല? 2 ദിവസം, ഒരു ദിവസം പറ്റൂല. എന്തിനീ ഒരു ഹാഫ് ടൈം പോലും നമുക്ക് പറ്റൂല, അത്രക്ക് തിരക്കാണ്. ആ, നടക്കൂല. സഖിയേ സഖിയേ നീയില്ലാതെ കനലായി നീരും നീ ജന്മം. സഖിയേ സഖിയേ വേനൽ കരയിൽ എന്തൊരുകുന്നു എൻ ജന്മം. ഉണ്ണി, ഇതെന്തെങ്ങനെ നിലവിളിക്കണേ? എന്തിനിങ്ങനെ നിലവിളിക്കുന്നു? പറയക്കൊണ്ട് എന്റെ കാര്യം പറയേ. നിങ്ങൾക്ക് അറിയില്ല? എന്താണ്ട് കാര്യം പറയടോ. ഞങ്ങൾക്ക് എത്ര വയസ്സായത്? അനക്ക് 40-40 വയസ്സുണ്ടാവൂലേ? ആയില്ലേ? ഞാൻ ഇത്രയും കാലം കൊണ്ട് കല്യാണം കഴിച്ചോ? ഇതാണ് വിഷമോ? ഇതാണ് വിഷമത. എത്ര ദിക്കിന് പെണ്ണുണ്ട്, എത്ര ദിക്കിന്. ഒരു പെണ്ണ് എസ് പറഞ്ഞു എന്നോട്, ഒറ്റ പെണ്ണ് ഓട്ട്. എനിക്കൊന്ന് സ്വഭാവം മോശമുണ്ടാ? പറ. അല്ല, ഉണ്ണി പെണ്ണ് മണ്ണെന്നൊക്കെ പറഞ്ഞതേ ഒരു യോഗാണ്. അതൊരു സമയമാകുമ്പോ സംഭവിക്കൂ. അങ്ങനെ ചിന്തിക്കേ. ചത്ത് പുല്ല് മുളച്ചിട്ടാ യോഗം. ഇത് യോഗം ഒരു പറയിപ്പിക്കണ്ടല്ലോ കൊണ്ട്. 15 കൊല്ലായി ഞാൻ പെണ്ണുണ്ട് കിടക്കുന്നത്. 15 കൊല്ലായി. ഈ 15 കൊല്ലത്തിനൊക്കെ ഷുഗർ ഒന്നും ആടത്തെ മധുര പറയാൻ തിന്നല്ലോ. ഇപ്പൊ ഇതാ 5-6 ഷുഗറിന്റെ കുടിയും കൊണ്ട് ആ പെണ്ണ് കാണാൻ പോലെ. അറിയൊക്കെ എനിക്ക് എന്ത് കുറയും? 116 തെങ്ങുമുക്കർ ഒരു ദിവസം. 5000 രൂപ പൈസ ഉണ്ടാക്കും ദിവസം. ഞാൻ എന്തെങ്കിലും ഒരു മോശം സ്വഭാവം ഉണ്ടാർക്ക്. ഞാൻ കള്ളുടിക്കോ അല്ല സിഗരറ്റ് വലിക്കോ, ഒരു പരിപാടിയില്ല. അന്തസ്സായിട്ട് ഞാൻ പോകുന്നില്ലേ. ഇതിലൊക്കെ ഒരു പെണ്ണ് കാണാൻ പോയി. കാര്യം പറയും. 10 തോറ്റത്. അത് ഓള് പറഞ്ഞു ചിലപ്പോ 7-8 അതിന്റെ പഠിച്ചിട്ടുണ്ടാവും. പഠിപ്പേ പാട്ട ഇത്തിരി പഠിക്കുന്നു. ഞാനില്ലേ. ഓളെന്താ പറഞ്ഞു? ഓള് പറഞ്ഞു ഉദ്യോഗസ്ഥ ഗവൺമെന്റ്. ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ലേ. ഈ വിഷമിക്കല ഉണ്ണി, ഇതെന്താ അറിയോ? ഇപ്പോ എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൊന്നാണാൻ പോയപ്പോ ഇതേപോലെ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞു ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. കഴിച്ചല്ലോ. അവസാനം എങ്ങനെ കഴിച്ചത്? ഞാൻ വിളിച്ചിറക്കി കൊണ്ടതാ. നേരെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചു കൊണ്ടുപോകും. അല്ലാണ്ട് നമുക്ക് പെണ്ണിട്ടൂലെന്ന്. അനക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കിക്കോളൂ ഉണ്ണി. നാണുമാൻ ഉൾപ്പം വേണം. ഉണ്ണീനെ കിട്ടൂല. ആ പെണ്ണി അച്ഛനമ്മ ഉണ്ടാവും. അവർ സങ്കടം ആലോചിച്ചോ. ഉണ്ണി അങ്ങനത്തെ മോശം പരിപാടിക്ക് നിൽക്കൂല. അന്തസ്സായി പെണ്ണ് വയ്ക്കും. പറ്റുവാ? അന്റെ നല്ല മനസ്സാണ്ടാണ്ട്. അതാണ് അനക്ക് കിട്ടും. ഈ കാത്തിരു നല്ലൊരു കുട്ടീനെ കിട്ടും. പിന്നെ ഇയ്യേ വല്ലാണ്ട് വിഷമിക്കരുത്. ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ അബ്ദുൽ കലാം ഇപ്പൊ കല്യാണം കഴിച്ചില്ലല്ലോ. ഓരാരാന്നോ? എടാ അബ്ദുൽ കലാമാണോ പ്രായ രാഷ്ട്രപതി. മൂപ്പര് കല്യാണം കഴിച്ചില്ല. മൂപ്പര് കൊലേ കാലം സുഖമായിട്ട് ജീവിച്ച് മരിച്ചു. അതിനുശേഷം വാജ്പേയി കല്യാണം കഴിച്ചിട്ടുണ്ടോ? സുകുമാർ ആയിക്കോട് കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്തിന് ഐസക് ന്യൂട്ടൺ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഐസക് ന്യൂട്ടൺ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ മൂപ്പർക്ക് ആ പയ്യെ കണ്ടുപിടുത്തൊന്നും ഭാര്യ സമ്മതിക്കൂല. ആപ്പിള് വീണോന്ന് പോയി നോക്കാൻ. നിങ്ങൾ കല്യാണം കഴിച്ചോ? ഞാൻ കഴിച്ചതാ. ഉണ്ടത് കല്യാണം കേൾക്കാത്തതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കല്യാണം കഴിച്ചോന്റെ വിഷമം എനിക്കും മനസ്സിലാവില്ല. മൊയ്തുക്ക, കള്ളു കുടിക്കുന്നവനി, കഞ്ചാവ് അടിക്കുന്നവനി, പെണ്ണ് കുടിക്കുന്നവനി, ഓനടക്കം പെണ്ണ് കുടിക്കുന്നവന് എന്തിനാണ് പെണ്ണ്? എനിക്ക് ഇപ്പോൾ തിന്നിട്ട. ഇവർക്ക് ഒരു പ്രശ്നമില്ല. അവർക്ക് എത്ര വേണം കല്യാണം കഴിക്കാം. രണ്ടാമതും കല്യാണം കഴിക്കാം. പെണ്ണിട്ടു അന്തസ്സായി ജീവിക്കുന്നവന് പെണ്ണില്ല. മൊയ്തുക്ക ഈ ഒന്നും വിഷമിക്കണ്ട. അന്റെ മനസ്സ് നല്ലതാ. അതുകൊണ്ട് അനക്ക് പെണ്ണ് കിട്ടും. എന്ത് മനസ്സ്? താലിമാല ഏടെങ്കിലും ഒരു പെണ്ണെ കണ്ട അപ്പൊ എടുത്ത് ഇടാൻ വേണ്ടി ഒരു താലിമാല വരെ ആക്കി വെച്ചിട്ട്. എത്ര പൗണ്ടർ അത്? 5. ഞാൻ 1.5 പൗണ്ട് എന്റെ ഭാര്യ കെട്ടി. നമുക്കൊരു അന്തസ്സുണ്ടല്ലോ. അല്ല ഇതിപ്പോ ഒരാഴ്ചത്തേക്കൊക്കെ റോൾ ചെയ്യാൻ വേണമെങ്കിൽ. എന്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ എന്താക്കട്ടെ? ഇങ്ങനെ പറ. ഇത് ഒന്നുകൊണ്ട് ബേജാറാവണ്ട. എന്റെ കാര്യം എങ്ങനെയെങ്കിലും ഞാൻ ശരിയാക്കി തരും. ബുദ്ധിയുള്ളൊരു പെണ്ണും സൗന്ദര്യമുള്ള ഞാനും ഒന്ന് ചേർത്താല് കല്യാണം കഴിച്ചാൽ ഒരു നല്ല കുട്ടി ഉണ്ടാവുമല്ലോ. അല്ല അങ്ങനെ മാത്രം ചിന്തിക്കരുത്. ഈ ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്ക്.
അന്റെ ബുദ്ധി ഉള്ള സമയമാണെങ്കിൽ ആ കുട്ടീന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല അജ്ജിപ്പെടുന്ന വരുന്നത് ഞാൻ തെങ്ങ് കയറാൻ പോയത്. അപ്പൊ ഈ ഡ്രസ്സിലാ പോയത്? ആ ഡ്രസ്സൊക്കെ കൈമലുണ്ട് അല്ലേ? നോക്ക്, നിന്റെ ഭാഗത്ത് ഫുൾ സപ്പോർട്ട് എന്റെ കൂടെ ഉണ്ടാവും. ഞാനൊരു വഴി നോക്കട്ടെ, അന്നെ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? എന്ത് വഴി? വഴിയൊക്കെ ഉണ്ടാ, എന്തെങ്കിലുമൊക്കെ വഴി തെളിയും. ഒന്നുമില്ലാത്തവന് ഒരു വഴിയാണ് തെളിയും. ഞാൻ പോട്ടെ, നാളേക്ക് ഒരു അർജന്റ് ഓട്ടം ഉണ്ട്, സ്കൂൾ കൂടെ എടുക്കാണ്ട്. ശരി, ഈ ഞാൻ നിൽക്കല്ലേ, ഞാൻ വരെ പോ നോക്കി ചെല്. അച്ഛാ, മരുന്ന് കഴിക്കാനായി, പതിയെ എണീക്ക്. നമുക്ക് ഒന്നുകൂടി ഡോക്ടറെ അടുത്ത് പോയാലോ? ഒന്നുകൂടി ഡോക്ടറെ അടുത്ത് പോയാലോ? നീ ഡോക്ടറെ അടുത്തൊന്നും പോണ്ട, മരുന്ന് വേണ്ട. ഇനി മരുന്നൊന്നും കഴിച്ചിട്ടൊരു കാര്യമില്ല. അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ? എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? എന്റെ പ്രായമുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ 10-20 വയസ്സായ കുട്ടികളായി. നിന്റെ കല്യാണം കണ്ടിട്ട് ചത്താ മതിയായിരുന്നു ഈശ്വര. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. ആദ്യം ഈ മരുന്ന് കഴിക്ക്, അച്ഛനൊന്ന് ഉഷാറാവട്ടെ. എന്റെ കുട്ടിയെ കല്യാണം കഴിയുന്നവരെങ്കിലും ജീവിച്ചിരിക്കട്ടെ. തന്നു. അച്ഛൻ ഇങ്ങനെ എപ്പോഴും മനസ്സ് വിഷമിച്ച ഒന്നും ആവില്ലേ? ഇപ്പൊ കിടക്കണോ ഇനി? ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടന്നോളാം. ചൂടുവെള്ളം വേണോ? വേണ്ട, വേണമെങ്കിൽ പറയാം. അച്ഛൻ എന്റെ കാര്യം ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്റെ കാര്യം ഓർത്ത് എനിക്കൊരു വിഷമമില്ല കുട്ടി. നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അച്ഛന്. എന്തിനാ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണേ? ഞാനിപ്പോ അച്ഛന്റെ കാര്യം കൂടി നോക്കണില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ നല്ല ധൈര്യമുണ്ട്. അച്ഛൻ വിഷമിക്കരുത് കേട്ടാ. മിടുക്കനായിട്ട് ഇരിക്കും ഇവിടെ. ഞാൻ കഞ്ഞി എടുത്തു തരാം. മോനെ എന്തേ കല്യാണം ഏട്ടാ? ഓ, ആരെ കല്യാണം? എന്റെ പൊണ്ണാടുന്നു. പെണ്ണ് SBI അസിസ്റ്റന്റ് മാനേജറാണ്. അസിസ്റ്റന്റ് മാനേജറാ? എത്ര വയസ്സായറാ? എനിക്ക് 24. വരൂലേ എല്ലാരും ഫാമിലി ആയിട്ട്? എല്ലാരും വരണം ഫാമിലി ആയിട്ട്. ഇവിടെ അടുത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചാ. ഇതെന്താണ്? വാളപ്രാറ്റ കറിയുടെ കയ്യും കാളി അതാക്കി പൊളിക്കും. പ്രതീക്ഷകൾ അകന്നുപോയി, പ്രകാശവും പൊലിഞ്ഞുപോയി, അടർന്നു 2 കണ്ണീർ തുള്ളികൾ.
തുടങ്ങിയുള്ളൂ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇതൊരു ചർച്ചയാണ്. അപ്പൊ എല്ലാവരും വളരെ സജീവമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എൻ്റെ വാർഡിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അവർക്ക് പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അച്ഛനും അമ്മയും അടുത്തടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഈ സ്ത്രീയുടെ കല്യാണമാണെങ്കിൽ കഴിഞ്ഞിട്ടുമില്ല. കല്യാണപ്രായം കഴിഞ്ഞിട്ടും തുണയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ, സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നപ്പോഴാണ് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. സത്യത്തിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ചിന്തയ്ക്കുള്ള വഴിവെച്ചു. നമ്മുടെ പഞ്ചായത്തിൽ കെട്ടുപ്രായം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്ത്രീകളുണ്ട്. ഇപ്പൊ 35 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ചൊവ്വാദോഷത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്തതിന്റെ പേരിലോ ഒറ്റപ്പെട്ടു പോയതിന്റെ പേരിലോ ഒക്കെ ആയിരിക്കും ഈ വിവാഹം നടക്കാതെ പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് ആലോചിച്ചാൽ എന്താണ് തകരാറ്, പഞ്ചായത്ത് ആലോചിക്കേണ്ടതല്ലേ എന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി. ആ ഉണ്ടായിട്ടുള്ള ഒരു തോട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഇത്തരത്തിൽ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ നേരിട്ടിടപെട്ട് പഞ്ചായത്തിന് അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന ആത്മഹത്യകളുടെ മുമ്പിൽ നമുക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരില്ല. ഇത് കക്ഷി രാഷ്ട്രീയങ്ങളൊക്കെ മറന്ന് നമുക്ക് ഈ ഒരു 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 സംരംഭം, മംഗല്യം എന്നാണ് ഇപ്പോൾ പേരിട്ട് തോന്നിയത്, ഇനി വേണമെങ്കിൽ നമുക്ക് മാറ്റാം, നോക്കാം. അപ്പൊ എല്ലാവരും തുറന്ന രീതിയിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടാ. പിന്നെ നമുക്ക് അവസാനം ഒരു തീരുമാനത്തിലെത്താം. ശരി, സാഹിബേ. അതായത് 100 കൂട്ടം കാര്യങ്ങൾ പഞ്ചായത്തിന് അതല്ലാത്ത ചെയ്യാനുള്ളതൊക്കെ അവിടെ ഇട്ടിട്ട് അതൊന്നും ചെയ്യാണ്ട് ഇപ്പോ നാട്ടിൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നത് വെച്ചാല് ഇതൊന്നും യോജിച്ചു പോകാൻ നമ്മളെ പോലുള്ളവർ പറ്റില്ല. നിങ്ങൾ ആ കാര്യങ്ങൾ ആദ്യം നേരാക്കേ. അല്ലാതെ പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ദൈനംദിന കാര്യങ്ങൾ സർക്കാർ പറയണ പോലെ മുറക്ക് നടക്കുന്നുണ്ട്. അതിനൊരു തടസ്സവും ഇല്ല. ഇവിടെ ഇത്തരം നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയ മറ്റു പഞ്ചായത്തുകൾക്കും അത് പ്രചോദനമായ അതിന്റെ ഒരു വില നമ്മുടെ പഞ്ചായത്തിനുണ്ട്. ആയിക്കോട്ടെ, ആദ്യം പൊളിഞ്ഞിടക്കുന്ന റോഡ് ശരിയാ. അതാ ഞാൻ പറയാം, നൂതന ആശയൊക്കെ നല്ല തന്നെയാണ്. ആ ആശയൊക്കെ അവിടെ കിടക്കട്ടെ. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർത്തോ? മെമ്പറെ, നിങ്ങൾ ഈ പറയണതിൽ ഇവിടെ എന്ത് പരിപാടിയാണ് ഇവിടെ നടക്കാതെ പോയിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ അതൊന്നും അറിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ വെറുതെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു മഴ അങ്ങനെ പെയ്തിട്ട് ആ റൂം വരെ, ബെഡ്റൂം വരെ വെള്ളം കയറി എന്നുള്ള ആ ബെഡ്റൂമിൽ കിടക്കാൻ പറ്റുമോ നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക്? ആരായാലും എന്താണ് ആരുടെ പറയുന്നത്? പഞ്ചായത്തിലല്ലേ? ഈ പഞ്ചായത്തില് വാർഡിലെ കാര്യങ്ങൾ നടക്കണ ഈ വണ്ട് പാസ്സാക്കി കൊടുക്കണ്ടേ? നിങ്ങൾ എന്ത് വർത്താനായി പറഞ്ഞു? പാസ്സാക്കണമെങ്കിൽ അതിന് മെമ്പർ മുൻകൈ എടുത്ത് അതിന്റെ കാര്യങ്ങൾ നീക്കണ്ടേ? എന്താ ഈ പറഞ്ഞു? ഞാൻ മുൻകൈ എടുക്കാനാണ്. നിങ്ങൾ മെമ്പർ പഞ്ചായത്തിൽ പോലും വല്ലപ്പോഴാണ് ഇപ്പൊ വരാറുള്ളത്. അതൊന്നും നടക്കില്ല. എന്ത് പറഞ്ഞാലും കോയസാബ് എതിർക്കണെന്തിനാ? നല്ലൊരു പദ്ധതിനോട് അനുകൂലിച്ചൂടെ? ഞാൻ എതിർക്കും. ഞാൻ പ്രതിപക്ഷത്താണ്. ഞാൻ എതിർക്കും. നിങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതിയൊക്കെ ചിലപ്പോ നല്ലതായിരിക്കും. ഇക്ക് എതിർക്കണ്ടേ? ഞാൻ പ്രതിപക്ഷത്താണ്. ഇവിടെ കക്കൂസ് കൊടുക്കണ പദ്ധതി പറഞ്ഞപ്പോ അത് എതിർത്തു നിങ്ങൾ. നായനെ പിടിക്കണ കാര്യം പറഞ്ഞപ്പോ അത് എതിർത്തു. നിങ്ങൾ കാന വൃത്തിയാക്കണ കാര്യം പറഞ്ഞപ്പോ എതിർത്തു. ഇതെല്ലാം പ്രതിപക്ഷം പറഞ്ഞ എന്താണ്? എതിർക്കാനുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ അനുകൂലിക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങളെ വെറുതെ വിടും. അതെ കോയസാഹിബേ, ഇതിപ്പോ ആ അർത്ഥത്തിലിപ്പോ ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അത് പോട്ടെ, വിഷയം എനിക്ക് ഒരു പഞ്ചായത്ത് ഇവിടുത്തെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പോ ഈ ഒരു പദ്ധതി, ഇപ്പൊ അദ്ദേഹം ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞു, ജാതി മത ഭേദമന്യേ, നമ്മുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് ഈ പദ്ധതി ഒന്ന് നടപ്പിലാക്കി നോക്കാം. അത് വിജയിച്ച് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അതിന്റെ നേട്ടം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും കല്യാണം കളിയാട്ടൊക്കെ എല്ലാവർക്കും. ഒരു കാര്യം ചെയ്യാം, നമ്മുടെയൊക്കെ വാർഡുകളില് ഇത്തരത്തിലുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുണ്ടോ എന്നുള്ളതിന്റെ ഒരു 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 കണക്കെടുക്കുക. എന്നിട്ട് അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരിട്ട് പോയിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അതിനകത്ത് നേരിട്ട് ഇടപെടാം. എന്നിട്ട് അവരുടെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന്, ഇപ്പൊ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ
പെട്ടെന്ന് എടുത്തു പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, നടത്തി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് പറ്റുന്ന ഒരാളെ കണ്ടുപിടിച്ച് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു വേദി നമ്മുടെ പഞ്ചായത്തിൽ ഒരുക്കി കൊടുത്ത് അതുണ്ടാക്കണം. എന്നിട്ട് പരസ്പരം ഇഷ്ടപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടുപേർക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇങ്ങനെയുള്ള നമ്മൾ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അവർക്ക് കണ്ടെത്തുന്ന ആ യുവാക്കൾ എന്തുകൊണ്ട് യോഗ്യരാണോ നോക്കണം. പിന്നെ കാലാകാലം അവരുടെ കാലം വരെയും ഈ സ്ത്രീയെ സംരക്ഷിക്കുന്ന ആളായിരിക്കണം. ഒക്കെ നോക്കണം. വിവാഹ ജീവിതമാണ്, കുടുംബ ജീവിതമാണ്. സംഗതിയൊക്കെ പുണ്യ പ്രവൃത്തി തന്നെ. ഇതിപ്പോ എന്താ വച്ചുണ്ടോ, ഈ കല്യാണം കഴിക്കാൻ കായില്ല ഗതിയില്ലാണ്ട് ഇരിക്കണ ആൾക്കാരെ പിടിച്ച് നിങ്ങൾ കല്യാണം കഴിപ്പിക്കും. അത് കഴിഞ്ഞ് 10 മാസം കഴിയുമ്പോ ആ കുട്ടിക്ക് പ്രസവ കാര്യങ്ങളോ വരുമ്പോ അവര് അപ്പോഴും പറയും ഞങ്ങൾക്ക് ഗതിയില്ലാട്ടാ ആശുപത്രിയിൽ കൊണ്ടുപോകാനും പ്രസവിക്കാനും. അപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പൊ നിങ്ങൾ ഈ കല്യാണം കഴിച്ച അതിന്റെ വിരുന്നും പിന്നെ അതിന്റെ പ്രസവവും മറ്റേ അടക്കള കാണലൊക്കെ ആയിട്ട് പഞ്ചായത്ത് അതിന്റെ പിന്നാലെ കൊണ്ടുവരും. നിങ്ങൾ വെറുതെ വേണ്ടാത്ത വഴിക്ക് കണ്ട എന്തേ ഡിസംബറേ എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? അത് പറഞ്ഞോളി. അത് പറയണങ്ങളേ. ഇപ്പൊ നായോട്ട് തിന്നേയില്ല, മറ്റുള്ള തീറ്റിക്കയില്ല. നായ ഞാനൊരു ചൊല്ല് പറഞ്ഞതാണ് പറയാം. നായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പട്ടി. ഒരു പട്ടി ഇന്നലെ ഒരു കുട്ടീനെ കടിച്ചു പൊടിച്ച് തകിട് പൊടിയായിട്ട് അതിനെ ആശുപത്രി കൊണ്ടുപോയി കിടത്തേക്ക. എന്താ ശരി എന്ന് പറഞ്ഞു എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ ജാതി കാര്യങ്ങൾ ഇങ്ങനെ നേരെ ചൊവ്വക്കൊന്ന് ചെയ്യാൻ നോക്ക്. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം പുറത്തേക്ക് ഇറങ്ങാം. കണ്ട എന്തെന്നാ പറയാ, റോട്ടിലിപ്പ് ഇല്ലാത്ത സാധനങ്ങൾ. ഈ തെരുവ് നായ്ക്കളെ പിടിക്കാനുള്ള പദ്ധതി കൊണ്ടുവന്നപ്പോഴും മെമ്പർ എതിർത്തില്ലേ? എവിടെ എതിർത്ത്? ഞാന് കുടുക്കിട്ട് പിടിക്കരുത് എന്നാ പറഞ്ഞ. ഇഞ്ചക്ഷൻ കൊടുത്ത് അവർക്ക് അറിയാത്ത രീതിയിൽ. പിന്നെ കോയ മെമ്പറെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നടത്താൻ പറ്റില്ല. ഇതൊക്കെ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ നടക്കാത്ത കുറെ കാര്യങ്ങളുടെ ഇടയിൽ കൂടെ ഇതും അങ്ങനെ നടക്കാതെ. നമുക്കിപ്പോ കോയ സാഹിബിനെതിരാണ് ഭൂരിപക്ഷം നോക്കാം. എല്ലാവർക്കും താല്പര്യമില്ല, നമുക്ക് ഇത് ഒഴിവാക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിട്ടുള്ള ഈ ഒരു വിഷയത്തില് താല്പര്യമുള്ള ആളുകൾ ഒന്ന് കൈവക്കുക. കൈപൊക്കിക്കോ രതീഷ് മെമ്പർ. ഇതിൽ നിന്നൊരു ഭേദപ്പെട്ട ഇന മെമ്പർക്കും കെട്ടിച്ചു തരാം. അപ്പൊ ശരി, എല്ലാവരും കൈ താത്തിക്കോളൂ. അപ്പൊ ഭൂരിപക്ഷം ആളുകളും ഇപ്പൊ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയുടെ DPR തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ജില്ലാ ആസൂത്രണ സമിതിയിൽ എത്തിക്കും. അവിടുന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാംഗല്യം എന്ന ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്താ കയ്യടി, ഈ പഞ്ചായത്ത് എന്നുള്ള ബോർഡ് മാറ്റിട്ട് മാരേജ് ബ്യൂറോ എന്നുള്ള ബോർഡ്